കഥാമധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഥ ഭദ്ര. രചന ഡോക്ടർ നീമ പത്മാകരൻ. അവതരണം അമ്മു. നഗരത്തിലെ ഏറ്റവും വലിയ കല്യാണ മണ്ഡപത്തിലേക്ക് ഭദ്ര പതുക്കെ നടന്നു. ഹാൾ നിറഞ്ഞു കവിഞ്ഞ ജനം. ഭംഗിയായി അലങ്കരിച്ച കതിർമണ്ഡപത്തിലേക്ക് വധൂവരന്മാർ വന്നിരുന്ന സമയത്താണ് ഭദ്ര ഹാളിൻ്റെ ഏറ്റവും പിറകിലായി കിട്ടിയ സ്ഥലത്ത് ഒന്ന് നിവർന്നു നിന്നത്. ആഡംബര വിവാഹത്തിൻ്റെ നിറപ്പകിട്ട് എല്ലായിടവും നിറഞ്ഞു നിന്നു. തൻ്റെ മകളുടെ വിവാഹമാണ് നടക്കുന്നത്. താലികെട്ട് കണ്ടുനിന്ന ഭദ്രയുടെ മനസ്സ് ശൂന്യമായിരുന്നു. വധൂവരന്മാർക്ക് അരികിൽ നിന്ന വധുവിൻ്റെ സഹോദരനെയും വധുവിനെയും ഭദ്ര കണ്ണെടുക്കാതെ നോക്കി നിന്നു. തൻ്റെ മകളും മകനും. ഭദ്ര അറിയാതെ തൻ്റെ ഉദരത്തിൽ കൈവച്ചു. വധൂവരന്മാരെ ആശംസ അറിയിക്കാൻ മണ്ഡപത്തിലേക്ക് ജനം തിക്കിത്തിരക്കി. ഭദ്ര തിരക്കിലൂടെ ആരെയും ശ്രദ്ധിക്കാതെ സദ്യാലയത്തിൽ എത്തി ഒരു ഇരിപ്പിടം കണ്ടെത്തി. തൻ്റെ മകളുടെ കല്യാണച്ചോറാണ്. ആദ്യത്തെ ഉരുള വായിൽ വെച്ച ഭദ്ര ഒന്ന് വിതുമ്പി. ആ മിഴികളിൽ നിന്നും മിഴിനീരൊഴുകി മുമ്പിലിരുന്ന സദ്യയിൽ വീണു. ഭദ്രയുടെ മനസ്സിൽ 25 വർഷം മുമ്പുള്ള സ്വന്തം തറവാടിൻ്റെ ചിത്രം നിറഞ്ഞു. തൂണുകൾ ഇളകിത്തുടങ്ങിയ കഴുക്കോലുകൾ ദ്രവിച്ച് അടർന്ന ചുമരുകൾ തകർന്നു വീഴാറായ ഇല്ലം. ഒറ്റ നോട്ടത്തിലറിയാം ദാരിദ്ര്യം. അതിനുള്ളിൽ വീർപ്പുമുട്ടി കഴിയുന്ന താൻ ഉൾപ്പെടെ 6 ജന്മങ്ങൾ. പഴയ പ്രതാപത്തിൻ്റെ കഥകൾ അയവിറക്കിയാൽ വിശപ്പ് മാറില്ല എന്ന് മനസ്സിലാക്കിയെടുത്തു നിന്നാണ് ഒരു തയ്യൽ കടയിൽ ജോലിക്ക് പോയി തുടങ്ങിയത്. ചെറിയ വരുമാനമാണ്, എങ്കിലും ഒരു നേരം ഭക്ഷണം കഴിക്കാം. ആ ഇടയ്ക്കാണ് തയ്യൽക്കടയിൽ പുതുതായി ഒരു സ്ത്രീ തുണി തയ്പ്പിക്കാനായി എത്തിയത്. കുടുംബസമേതം വിദേശത്ത് താമസിക്കുന്നവരാണ്. 1 മാസത്തേക്ക് നാട്ടിലെത്തിയതാണ്. അവരുടെ തുണികളെല്ലാം വാങ്ങിവെച്ച് അളവെടുത്തു വിട്ടത് താനാണ്. തുന്നിയത് വാങ്ങാനെത്തിയപ്പോൾ അവർ ഭദ്രയെ കൂടുതൽ പരിചയപ്പെട്ടു. ഇനി നാട്ടിൽ വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു. പക്ഷേ 2 ദിവസം കഴിഞ്ഞുള്ള വൈകുന്നേരം അവർ ഭദ്രയുടെ വീട്ടിലെത്തി. അപരിചിതയായ അതിഥിയെ കണ്ട് വീട്ടിലെല്ലാവരും അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. ഭദ്രയ്ക്ക് എന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഇവരെന്താ ഇവിടെ? ഉള്ളിലെ ചോദ്യം അവളുടെ മുഖത്തുണ്ടായിരുന്നു. എല്ലാവരും എന്താണ് വിഷമിച്ചു നിൽക്കുന്നത്? എന്നോടൊന്ന് ഇരിക്കാൻ പറയടോ ഭദ്രേ. അതും പറഞ്ഞ് അവർ തന്നെ ഊണുമുറിയിലെ പഴയ കസേരകളിലൊന്നിൽ ഇരുന്നു. അവർക്ക് ചുറ്റുമായി ഭദ്രയും കുടുംബാംഗങ്ങളും നിന്നു. അവർ പറഞ്ഞു തുടങ്ങി. ഞാൻ രാധാലക്ഷ്മി. കുടുംബസമേതം അമേരിക്കയിലാണ്. കുടുംബമെന്ന് പറയുമ്പോൾ എനിക്ക് കുട്ടികളില്ല. എൻ്റെയും ഭർത്താവിൻ്റെയും മാതാപിതാക്കളും സഹോദരങ്ങളും അവിടെയാണ്. നാട്ടിൽ അപൂർവമായേ വരാറുള്ളൂ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഞാനും ഭർത്താവും നാട്ടിൽ വന്നത്. ഭദ്രയും വീട്ടുകാരും പരസ്പരം നോക്കി. അവർ തുടർന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയുന്നത് എന്നായിരിക്കും. അവർ എഴുന്നേറ്റ് ഭദ്രയെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾക്ക് ഭദ്രയെ വേണം. എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല. ഭദ്രയുടെ ഗർഭപാത്രം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടും. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ തിരക്കി നടക്കുകയായിരുന്നു ഞങ്ങൾ. കടയിൽ വെച്ച് ഭദ്രയെ കണ്ടപ്പോൾ ഇഷ്ടമായി. പിന്നെ ഭദ്ര ഇതിന് തയ്യാറായാൽ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം. നാളെ വൈകിട്ട് ഞാൻ വരും. ആലോചിച്ചൊരു മറുപടി അപ്പോൾ തരണം. അത്രയും പറഞ്ഞ് അവൾ തിടുക്കത്തിൽ പടിപ്പുര കടന്നുപോയി. കേട്ടത് ഉൾക്കൊള്ളാനാവാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ആ വീട്ടിലുള്ളവരെല്ലാം. അന്ന് ആ വീട്ടിൽ ആരും ആഹാരം കഴിച്ചില്ല, ഉറങ്ങിയില്ല, പരസ്പരം സംസാരിച്ചില്ല, കളിച്ചിരികൾ ഉയർന്നു കേട്ടില്ല. പിറ്റേന്ന് രാവിലെ ഉണർന്നിട്ടും എഴുന്നേൽക്കാതെ കിടക്കുന്ന ഭദ്രയുടെ അരികിലേക്ക് ഒരു ഗ്ലാസ് ചായയുമായി അമ്മ വന്നു അവളുടെ അരികിലിരുന്നു. മോളെ, ഇന്നലെ വന്നവർ പറഞ്ഞ കാര്യം മോൾ ആലോചിച്ചു? ഈ അമ്മയുടെ സ്വാർത്ഥതയാണ് എന്ന് മോൾ വിചാരിക്കരുത്. മോൾ മനസ്സ് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടും. അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണയപ്പെടുത്തിയ വീട് തിരിച്ചെടുക്കാം. ഇളയതുങ്ങളുടെ പഠനം നമുക്കൊരു സഹായമാകുമെങ്കിൽ അതങ്ങ് സമ്മതിക്കും മോളെ. ഈ അമ്മയുടെ ഗതികേട് കൊണ്ടാണ് മോളോടിത് പറയേണ്ടി വന്നത്. എഴുന്നേറ്റ് ചായ കുടിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പോയി. ഏതോ ഗർത്തത്തിലേക്ക് എടുത്തെറിയപ്പെട്ട അസ്വസ്ഥതയായി ഭദ്ര. വിവാഹിതയാകാതെ ഞാൻ പ്രസവിക്കണം, മറ്റൊരാളിനു വേണ്ടി. അന്ന് മുഴുവൻ ഭദ്ര തൻ്റെ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. ഒരുപാട് കൂട്ടലുകളും വെട്ടിത്തിരുത്തലുകളും ഒക്കെ നടത്തിക്കൊണ്ട്
വീട്ടിലുള്ളവർ ആരും തന്നെ അവളുടെ അരികിലേക്ക് ചെന്നില്ല. അവരെല്ലാം തൻ്റെ അനുകൂല തീരുമാനം ആഗ്രഹിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി. പറഞ്ഞതുപോലെ സന്ധ്യയ്ക്ക് മുൻപേ തന്നെ രാധാലക്ഷ്മി ഭദ്രയുടെ മുമ്പിലെത്തി. ഭദ്ര എന്ത് തീരുമാനിച്ചു? സമ്മതം. അവളുടെ ശബ്ദം ചിലമ്പിപ്പോയി. അവർ ഭദ്രയെ കെട്ടിപ്പിടിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഭദ്ര അവരോടൊപ്പം വിദേശത്തേക്ക് പറന്നു. പ്രത്യേകം ഫ്ലാറ്റിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി അവർ അവളെ സംരക്ഷിച്ചു. ചികിത്സയുടെ ഭാഗമായി പല പ്രാവശ്യം ആശുപത്രിയിൽ പോയി വന്നതൊഴിച്ചാൽ പുറത്തേക്കൊന്നും ഭദ്ര പോയില്ല. ഒടുവിൽ ആ ഉദ്യമം വിജയിച്ചു. യാന്ത്രിക പുനരുൽപാദന പ്രക്രിയ ഭദ്രയുടെ ഗർഭപാത്രത്തിൽ സംഭവിച്ചു. പിന്നീടങ്ങോട്ട് രാജകീയ ജീവിതമായിരുന്നു. ഭദ്രയുടെ പ്രസവം കഴിഞ്ഞു. 1 വർഷം കുഞ്ഞിനോടൊപ്പം ജീവിച്ചു. കുഞ്ഞിൻ്റെ 1ാം പിറന്നാൾ വലിയ ആഘോഷമായി നടത്തിയപ്പോൾ ഭദ്രയുടെ നെഞ്ചകം നീറി. അവൾ അന്ന് താൻ ജന്മം നൽകിയ കുഞ്ഞിനെ പിരിയുകയാണ്. 2 വർഷത്തിനു ശേഷം ഭദ്ര നാട്ടിലെത്തി. വീട്ടിലെല്ലാവരും വളരെ സന്തോഷത്തോടെ അവളെ സ്വീകരിച്ചു. എന്നാൽ അവരോട് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. നെഞ്ചു നീറി പുകയുകയാണ്. ഒരു കുഞ്ഞുമുഖം എപ്പോഴും അസ്വസ്ഥയാക്കുന്നു തൻ്റെ മകൾ. വീട്ടിലും മാറ്റങ്ങൾ ഒരുപാട്. വീട് പുതുക്കി പണിതിരിക്കുന്നു. നേരെ താഴെയുള്ള അനുജത്തിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. അതിനു താഴെയുള്ളവർ പഠിക്കുന്നു. അനുജൻ അവൻ്റെ ആഗ്രഹപ്രകാരം എഞ്ചിനീയറിങ്ങിനു ചേർന്നു പഠിക്കുന്നു. താനൊഴികെ എല്ലാവരും സന്തോഷത്തിലാണ്. രാത്രിയിൽ അമ്മ അരികിൽ വന്നു. അടുത്ത മാസം 20-നാണ് കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്. വിവാഹ ആവശ്യത്തിന് വേണ്ടതെല്ലാം മോളുടെ കയ്യിലുണ്ടെന്ന് അവർ പറഞ്ഞു. വീട് പുതുക്കുന്നതിനും അനിയൻ്റെ എഞ്ചിനീയറിംഗ് പഠനത്തിനും പിന്നെ വീട്ടിലെ ചെലവിനുള്ളത് മാത്രമേ അവർ ഇങ്ങോട്ടേക്ക് തന്നിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനുമുള്ളത് മോളുടെ കയ്യിലുണ്ട് എന്നവർ അറിയിച്ചിരുന്നു. ഭദ്രയ്ക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി. ഇത്രയ്ക്ക് സ്വാർത്ഥരായിരുന്നു തൻ്റെ ഉറ്റവർ. തനിക്ക് സുഖമാണോ എന്ന് ആരും ചോദിച്ചില്ല. സ്വന്തം അമ്മ പോലും ഒന്ന് ചേർത്ത് പിടിച്ചില്ല. വിവാഹം, മാതൃത്വം എന്നൊക്കെ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ കാര്യങ്ങളാണ്. പക്ഷേ തൻ്റെ ജീവിതം കമ്പോളവൽക്കരിക്കപ്പെട്ടുപോയി. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും അവൾ പറഞ്ഞു, എല്ലാം ഭംഗിയായി നടത്തിക്കൊള്ളൂ, ഒന്നിനും ഒരു കുറവും വരുത്തേണ്ട. പിറ്റേന്ന് തന്നെ വിവാഹ ആവശ്യത്തിനുള്ള തുക ഭദ്ര വീട്ടിലേൽപ്പിച്ചു. കൃത്യം 3 വർഷത്തിനു ശേഷം രാധാലക്ഷ്മി വീണ്ടും ഭദ്രയെ തേടിയെത്തി. അവർക്ക് ഒരിക്കൽ കൂടി ഭദ്രയുടെ ഗർഭപാത്രം വേണം. മകൾക്ക് ഒരു കൂടപ്പിറപ്പ് കൂടി വേണം. ഒരു അനിയത്തിയെയോ അനുജനെയോ അവൾക്ക് സമ്മാനിക്കണം. ഇതിനകം ഭദ്രയുടെ 2ാമത്തെ അനുജത്തിയുടെ വിവാഹം കഴിഞ്ഞു. അനുജൻ പഠനം കഴിഞ്ഞ് വിദേശത്ത് പോയി. രാധാലക്ഷ്മിയുടെ ആഗ്രഹം പൂർത്തീകരണത്തിനു വേണ്ടി ഭദ്ര അവരോടൊപ്പം യാത്രയായി. മകൾക്ക് കൂട്ടായി ഒരു മകനെയും കൂടി പ്രസവിച്ചു. 1 വയസ്സുവരെ വളർത്തിയ ശേഷം അവർക്കു നൽകി. വിവാഹ സ്വപ്നം നെയ്യേണ്ട പ്രായത്തിൽ അവൾ 2 കുട്ടികളുടെ അമ്മയായി, വിവാഹിതയാകാതെ. ഈ പ്രാവശ്യം ഭദ്രയ്ക്കൊരാവശ്യമുണ്ടായിരുന്നു. അവൾക്ക് വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല. മറ്റെവിടെയെങ്കിലും ഒരു വീട് ശരിയാക്കി തരണം. അങ്ങനെയാണ് ഈ മഹാനഗരത്തിൽ ഭദ്രയും എത്തിപ്പെട്ടത്. എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റയ്ക്കൊരു ജീവിതം. കുഞ്ഞുങ്ങളുടെ മുഖം ഓർമ്മയിലെത്തുമ്പോൾ കണ്ണുകൾ ഇറക്കിയടച്ച് മനസ്സിൽ നിന്നും ആട്ടിയകറ്റും. ചെലവിനുള്ളത് രാധാലക്ഷ്മി നൽകുമെങ്കിലും പഴയ തയ്യൽ ജോലി അവൾ വീണ്ടും ചെയ്തു തുടങ്ങി. അടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ എഴുന്നേറ്റു തുടങ്ങിയപ്പോഴാണ് ഭദ്ര സ്ഥലകാല ബോധത്തിലേക്ക് വന്നത്. അവൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു. തൻ്റെ മകളുടെ വിവാഹസദ്യയാണ്, അത് തനിക്ക് കഴിക്കണം. എഴുന്നേറ്റ് കൈ കഴുകി ആരെയും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നടന്നു. വീട്ടിലെത്തി കട്ടിലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എല്ലാ നൊമ്പരങ്ങളും ഒഴുക്കിക്കളയാൻ.